നമസ്കാരം. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. ട്രങ്ക് പെട്ടിയിൽ നിന്നും ചോദ്യപേപ്പർ മോഷ്ടിച്ച 2 പേർ പിടിയിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പട്ന സ്വദേശി പങ്കജ് കുമാർ, ഹസാരിബാഗ് സ്വദേശി രാജു സിംഗ് എന്നിവരെയാണ് CBI അറസ്റ്റ് ചെയ്തത്. ചോദ്യപേപ്പർ NDAയുടെ ട്രങ്ക് പെട്ടിയിൽ നിന്നും മോഷ്ടിച്ച കേസിലാണ് ഇവരെ പിടികൂടിയത്. പ്രതികളെ ചോദ്യം ചെയ്ത് വരികയാണ്. ഭൂമി കുംഭകോണ കേസ്. തമിഴ്നാട് മുൻ മന്ത്രി കേരളത്തിൽ അറസ്റ്റിൽ. 100 കോടിയുടെ ഭൂമി കുംഭകോണ കേസിൽ തമിഴ്നാട് മുൻ മന്ത്രി MR വിജയഭാസ്കർ കേരളത്തിൽ അറസ്റ്റിൽ. 100 കോടിയോളം രൂപ വിലമതിക്കുന്ന ഭൂമി തട്ടിയെടുത്ത കേസിലാണ് AADMK ഭരണകാലത്ത് മന്ത്രിയായിരുന്ന വിജയഭാസ്കറെ തമിഴ്നാട് CBID തൃശൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. AADMK സർക്കാരിൽ ഗതാഗത വകുപ്പാണ് വിജയഭാസ്കർ കൈകാര്യം ചെയ്തിരുന്നത്. ഏകദേശം 100 കോടി രൂപ വിലമതിക്കുന്ന 22 ഏക്കർ ഭൂമി തട്ടിയെടുക്കാൻ വ്യാജരേഖ ചമച്ചുവെന്നാണ് കേസ്. കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത വിജയഭാസ്കറെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയതായി തമിഴ്നാട് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. സ്ത്രീക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം വഴയിലേക്ക് സമീപം കാറിന് മുകളിൽ മരം വീണുണ്ടായ അപകടത്തിൽ സ്ത്രീ മരിച്ചു. പരപ്പാറ സ്വദേശി മോളിയാണ് മരിച്ചത്. വാഹനം ഒതുക്കി നിർത്തിയതിനു ശേഷം സാധനം വാങ്ങാൻ ഇറങ്ങിയപ്പോൾ ആയിരുന്നു അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന 2ാമത്തെ ആൾക്ക് പരിക്കേറ്റു. ഇരുവരെയും ഫയർഫോഴ്സ് എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തിറക്കിയത്. ഇവരെ രക്ഷപ്പെടുത്തിയ ഉടൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മോളിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. ജയിലിൽ കുഴഞ്ഞു വീണു. BRS നേതാവ് കവിത ആശുപത്രിയിൽ. ആരോഗ്യം മോശമായതിനെ തുടർന്ന് തീഹാർ ജയിലിൽ കഴിയുന്ന BRS നേതാവ് K കവിതയെ ദില്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ടോടെ ദില്ലിയിലെ DDU ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചത്. കടുത്ത പനിയെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് 15-നാണ് കവിതയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. മുൻ മുഖ്യമന്ത്രി KCRന്റെ മകളാണ് കവിത. ദില്ലി സർക്കാരിന്റെ കീഴിലായിരുന്ന മദ്യവിൽപ്പനയുടെ ലൈസൻസ് 2012-ൽ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതിൽ അഴിമതി നടന്നതായി ED കണ്ടെത്തിയിരുന്നു. ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചെന്നും ED കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് കവിതയെ അറസ്റ്റ് ചെയ്തത്. മുദ്രപത്രത്തിൽ കള്ളനോട്ടടി. ഗ്രാഫിക് ഡിസൈനർ അറസ്റ്റിൽ. മുദ്രപത്രത്തിൽ 500 രൂപയുടെ കള്ളനോട്ടടിച്ച് വിതരണം ചെയ്ത ഗ്രാഫിക് ഡിസൈനർ അറസ്റ്റിൽ. തൃശൂർ പാവറട്ടിയിൽ ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുന്ന ജസ്റ്റിനാണ് അറസ്റ്റിലായത്. ഇയാളുടെ പക്കൽ നിന്നും 500 രൂപയുടെ 12 കള്ളനോട്ടുകൾ പോലീസ് കണ്ടെടുത്തു. കള്ളനോട്ടുകൾ പ്രിന്റ് ചെയ്യാനായി പ്രതി ഉപയോഗിച്ച പ്രിന്ററും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രതിയെ പിടികൂടിയത്.